സർവം ഓം ശരവണമയം. സർവം ഓം ശരവണമയം. സർവം ഓം ശരവണമയം. ഇന്ന് തൈപ്പൂയം. നമ്മൾ സർവവും മുരുക ഭഗവാനു മുന്നിൽ അർപ്പിച്ച് വേണ്ടുതൽ വയ്ക്കുന്ന ദിവസം. ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുതേ, ഫുള്ളായിട്ട് കാണണം. കാരണം ഇന്ന് തൈപ്പൂയം. ഇന്ന് മുരുക ഭഗവാന്റെ കോവിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ടാവാം. ഞാൻ ഇന്നത്തെ ക്ലിപ്പിങ്ങിൽ കൊടുത്തിരിക്കുന്നത് മരുതുമലൈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു 13.5 കിലോമീറ്റർ അകലെ മരുതുമലൈ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുരുക ഭഗവാന്റെ കോവില്. ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഭാഗങ്ങള് ഫ്രണ്ടിലെത്തത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ പതിവിൽ പറയുന്നത് എന്താച്ചാല്, ഇന്ന് തൈപ്പൂയം. ഇന്നത്തെ ദിവസം ഈ ഒരേ ഒരു നാളില് ഇത് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല. ഒത്തിരി ഈസി ആയത്. അധികപക്ഷം പോയാൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ്സ് തന്നെ ടൈം പോതും. സോ നിങ്ങൾ തീർച്ചയായും ഈ വിഷയം ഇന്ന് തന്നെ ചെയ്തോളുക. എല്ലാവരും ചോദിക്കുന്നത് റൂൾസ് ഇല്ലാതെ ചെയ്യേണ്ട മെത്തേഡാണ്. സോ ഇന്ന് ഒരു ദിവസം നിങ്ങൾ ഇത് നന്നായിട്ട് ഉപയോഗിച്ചോളുക. റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് യാതൊരു കെട്ടുപാടുകളും ഇതിനില്ല. നിങ്ങൾ ഏത് സിറ്റുവേഷനിലിരുന്നാലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പീരീഡ്സ് ടൈമെന്നോ കുലപാലായ്മയെന്നോ യാതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയം ചെയ്യുന്നതിന് നമുക്ക് മുഖ്യമായിട്ട് ഒരു പൊരുൾ വന്നിട്ട് വേണം. അത് വന്നിട്ട് എല്ലാവരുടെ വീട്ടിലും ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു ചില വീട്ടിൽ ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളവര് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. എന്താച്ചാല് മൈലാഞ്ചി ഇല്ലേ, മരുതാണി, മൈലാഞ്ചി ഇലയുടെ ഇലയല്ല, അതിന്റെ തണ്ടാണ് വേണ്ടത്. ശരിയാ, തണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ഒരേ ഒരു ചെറിയ തണ്ട് മാത്രം നിങ്ങൾ ഒടിച്ചെടുത്തോളുക. ഒരു വിരലിന്റെ വലിപ്പത്തിനുള്ളത് മതി, ചെറിയ സ്മോൾ വിരലിന്റെ വലിപ്പത്തിനുള്ളതായാലും മതി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ അത് ഒടിച്ചെടുത്തോളുക. ചോദിക്കാതെ ഒടിക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് യൂസ് ഇല്ലാതെ വരും. ശരിയാ, ഇല്ലാച്ചാല് അങ്ങാടി കടയിൽ പോയി വാങ്ങിച്ചോളുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, പഴക്കനുസരിച്ച് തൈപ്പൂയത്തിൽ എങ്ങനെ നമ്മൾ വേണ്ടുതൽ വയ്ക്കുന്നു വെച്ചാല്, ഈ തൈപ്പൂയത്തിൽ നമ്മൾ വെക്കുന്ന ആവശ്യം അടുത്ത തൈപ്പൂയത്തിൽക്കുള്ളിൽ നടത്തി തരണം മുരുക എന്ന് മുരുക ഭഗവാനിക്ക് മുന്നിൽ നമ്മൾ വേണ്ടുതൽ വെക്കും. എന്നാൽ ഇതിൽ എന്താ ഒരു വിശേഷം എന്ന് വെച്ചാല്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇന്ന് തൈപ്പൂയം മുടിയുന്നതിന് മുന്നേ, അതായത് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് കണ്ടിരിക്കും. നിങ്ങൾക്കത് തന്നിരിക്കും മുരുക ഭഗവാൻ. അതായത് നമുക്കിപ്പോ കുറച്ച് പൈസയുടെ ആവശ്യമാണെങ്കിൽ അതിനുള്ള ഒരു വഴി തുറന്നു തരും. അതിൽ നിങ്ങൾ പിടിച്ചു കയറുക. മനസ്സിലായല്ലോ? അത്രയ്ക്കും ശക്തിയുള്ള നിറയെ കാര്യങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. തൈപ്പൂയം മുടിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് കിട്ടും. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ എപ്പോഴായാലും ഇത് ചെയ്തോളുക. പ്രത്യേകിച്ച് ടൈമിങ്സ് ഒന്നുമില്ല. നിങ്ങളുടെ ടൈം നിങ്ങൾ നോക്കി ചെയ്തോളുക. അപ്പോ മൈലാഞ്ചിയുടെ തണ്ട് ഒരെണ്ണം എടുത്തു വയ്ക്കാം. അതിന്റെ കൂടെ ഒരു വൈറ്റ് ഷീറ്റ്, വെള്ള കളറ് പേപ്പർ എടുത്തോളുക. ലൈൻ ഇടാത്ത പേപ്പർ ആയിരിക്കണം. ഈ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത്, നിങ്ങളുടെ വേണ്ടുതൽ എന്താണോ അത് എഴുതി വെക്കുക. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ രാവിലെ ഇരുന്ന് രാത്രി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ഇപ്പോ എപ്പോഴായാലും ഈ രാത്രിക്കുള്ളിൽ എപ്പോഴായാലും നിങ്ങൾ എഴുതി വെച്ചോളുക. ഇപ്പൊ നിങ്ങൾ കോവിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കോവിലിൽ പൊയ്ക്കോളുക. ശരിയാ, ഇല്ല കോവിലിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് വീഡിയോ കണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളുക. പക്ഷെ നിങ്ങൾ നല്ല മനസ്സോടുകൂടി ഭഗവാനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനിൽ നിങ്ങൾ അർപ്പിച്ച് ചെയ്തോളുക. വേറൊന്ന്, നിങ്ങൾക്കിപ്പോ ഒരു കാര്യമല്ല, മൾട്ടിപ്പിൾ, ഒന്നിൽ കൂടുതൽ 4-5 കാര്യം നടക്കണമായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ധാരാളമായിട്ട് നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. അല്ല ഒരു കാര്യമേ നടക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര വേണോ എഴുതാവുന്നതാണ്. നമ്പർ ഇട്ട് എഴുതിക്കൊള്ളുക. യൂസ് ചെയ്യേണ്ട പെന്ന് കളറ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നുകിൽ ഗ്രീന്, പച്ച കളറ്, അല്ലെങ്കിൽ ബ്ലൂ, നീല കളറ്, അതും അല്ലെങ്കിൽ റെഡ്, ചുവപ്പ് കളർ. ഈ 3 കളർ പെൻ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇതിലേതെങ്കിലും ഒരു കളർ യൂസ് ചെയ്തോളുക. ശരിയാ? അപ്പോ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ള ലിസ്റ്റ് എഴുതിയല്ലോ.
എന്നതിന് ശേഷം നിങ്ങളൊരു മഞ്ഞ കളർ തുണി എടുത്തോളുക. ഇപ്പൊ മഞ്ഞ കളർ തുണി ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തുണി എടുത്തിട്ട് അതിൽ മഞ്ഞ തടവി ഉണക്കി എടുത്തോളുക. ശരിയാ? എന്നിട്ട് ഈ എഴുതിയ പേപ്പർ അതിനുള്ളിൽ വെക്കുക. കൂടെ ഈ മൈലാഞ്ചിയുടെ തണ്ടെടുത്തല്ലോ അതും കൂടെ അതിനകത്ത് വെച്ച് ഒരു കിഴിയായിട്ട് മുടിച്ചിൽ ഇട്ട് ഒരു കിഴിയായിട്ട് കെട്ടിവെക്കുക. ഇത് എവിടെ വെക്കണം വെച്ചാല് പൂജാറയിൽ ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മുരുകൻ ഭഗവാന്റെ പടം ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തായിട്ട് വെച്ചോളുക. അതല്ല നിങ്ങൾക്ക് ബ്യൂറോയിൽ വെക്കണമെങ്കിൽ ബ്യൂറോയിൽ വെച്ചോളുക. അതുമല്ല പേഴ്സിലാണ് വെക്കണമെങ്കിൽ പേഴ്സിലും വെച്ചോളുക. ശരിയാ? ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഇന്ന് ഒരേ ഒരു സമയം ചെയ്താൽ മതി. ഇന്നത്തെ ദിവസം തീരും മുന്നേ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് വന്നു ചേർന്നിരിക്കും. തീർന്നില്ല, ഇതിന്റെ കൂടെ ഒരു മന്ത്രവും കൂടെ തരാം. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ചൊല്ലിക്കൊള്ളുക. ഇന്ന് ഞായറാഴ്ചയാണ്, തൈപ്പൂയം ഞായറാഴ്ച വരുന്നതിനാല് ഇത് ഭഗവാന്റെ ഞായറാഴ്ച ചൊല്ലേണ്ട മന്ത്രമാണ്. ഭയങ്കര പവർഫുൾ ആയതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ മന്ത്രം എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അൺലിമിറ്റഡ് ആണ്. ശരിയാ? കുറഞ്ഞത് 11 തവണ. 11 തവണയിൽ ആരംഭിച്ച് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. 108 മുറ, 1008 മുറ, അത്രയേ ഉള്ളൂ. മന്ത്രം ഞാൻ ചൊല്ലിക്കാമിക്കാം. കുറച്ച് ടഫായിട്ട് തോന്നും, എങ്കിലും നിങ്ങൾ എഴുതിയെടുത്ത് ചൊല്ലിക്കൊള്ളുക. തായനും എനിമയാക തന്നരുൾ ചെയ്വായ് പോற்றி, சேயன் ஆழ்வாய் ஞானத்திரு முருகேச போற்றி, மீயுள் பரமுன்றி மேவிய வேலா போற்றி, ஞாயர் வாரம் தந்து நலவிலாம் அருள்வாய் போற்றி. தாயனும் இனிமையாக தன்னருள் செய்வாய் போற்றி, சேயன் ஆழ்வாய் ஞானத்திரு முருகேச போற்றி, மீயுள் பரமுன்றி மேவிய வேலா போற்றி, ஞாயர் வாரம் തന്ത് നലവിലാം അരുൾവായ് പോറ്റി. എല്ലാവരും ചെയ്ത് നോക്കിക്കൊള്ളുക. ദർശനം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കീഴെ ഇറങ്ങേണ്ടി വന്നു. കാരണം എന്താ വെച്ചാല് അപ്പോഴേ 6:40 7 മണിക്ക് മേലെ വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല. കാരണം ആന വരും. അതുകൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.